കായംകുളം പുതിയടം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അസോസിയേഷന്റെ ലൈബ്രറിയുടെ 1ാം വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി അഗ്നിരക്ഷാസേനയുടെ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കായംകുളം പുതിയടം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ റെസിഡൻസ് അസോസിയേഷന്റെ ലൈബ്രറിയുടെ 1ാം വാർഷികാഘോഷം കായംകുളം ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടത്തി. ഇതിന്റെ ഭാഗമായി അഗ്നിരക്ഷാസേനയുടെ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പ്രായോഗിക പരിജ്ഞാനം ആവോളം ലഭിക്കത്തക്ക രീതിയിലായിരുന്നു പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. അഗ്നിശമനം, വിവിധ രക്ഷാപ്രവർത്തന മാതൃകകൾ, വിവിധതരം ഫയർ എക്സ്റ്റിംഗ്വിഷറുകളുടെ ഉപയോഗ രീതികൾ, സിവിൽ ഡിഫൻസ് സിസ്റ്റം, അത്യാഹിത സമയത്തെ ഇടപെടലുകൾ, രക്ഷാപ്രവർത്തനങ്ങൾ, CPR പരിശീലനം, LPG ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട മുൻകരുതലുകളും പ്രവർത്തനങ്ങളും ഇവയെല്ലാം ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നു. സന്തോഷ് കുമാറാണ് ക്ലാസ് നയിച്ചത്. നിങ്ങൾക്ക് എന്ത് അപകടങ്ങൾക്കും ആരെ വിളിക്കാം? ഫയർഫോഴ്സ് വിളിക്കാം. നിങ്ങൾക്ക് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായിരിക്കണം? 100. അപ്പൊ ഇതിനകത്തുള്ള സേവനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അപകടം ഉണ്ടായിട്ട് ഫയർഫോഴ്സ് വരുവാണെങ്കിൽ ഫുൾ എന്തായിരിക്കും? അത് ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് അതിനകത്ത് ഒരു പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തൊക്കെ അപകടങ്ങൾക്ക് വിളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനോ സ്വത്തിനോ ഉണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും നിങ്ങൾക്ക് വിളിക്കാം. എത്ര മണിക്കൂർ നമുക്ക് ഫയർഫോഴ്സിന് സേവനം കിട്ടും? 24 മണിക്കൂർ. നമ്മൾ സാധാരണ ഇപ്പോൾ ഗവൺമെന്റ് ഓഫീസിൽ പോലെ 10 മണി തൊട്ട് 5 മണി വരെ എന്നുള്ള പ്രവർത്തന സമയമുണ്ട് മിക്കവാറും ഈ സിവിൽ ആംഡ് ഓഫീസിൽ. പക്ഷേ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് അതിന്റെ സേവനം എന്ന് പറയുന്നത് എത്ര മണിക്കൂറായിരിക്കും? 24 മണിക്കൂറും നിങ്ങൾക്ക് ഫയർഫോഴ്സിന് സേവനം കിട്ടും. നിങ്ങളൊരു സംഭവത്തിന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സമയം തന്നിട്ടുണ്ട്. അതായത് ഒരു കോള് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 മണിക്ക് ഒരു കോള് വന്നു, 10 മണിക്ക് കോള് വന്നു കഴിഞ്ഞാൽ 10:01 അവിടുന്ന് വണ്ടി പുറപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മൾ ആ സമയം ആ കാര്യങ്ങൾ എഴുതിയെടുത്ത ശേഷം നമ്മളൊരു ബെല്ലുണ്ട്, ഫയർ ബെല്ല് എന്ന് പറഞ്ഞ ബെല്ലുണ്ട്. ആ ബെല്ലിട്ട് കഴിഞ്ഞാൽ 20 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഫയർഫോഴ്സ് വണ്ടി എവിടുന്ന് പുറപ്പെടണം? ഈ ഓഫീസിൽ നിന്ന് പുറപ്പെടും. അപ്പൊ നിങ്ങളൊരു സംഭവം ഉണ്ടായി വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് 1ാമത്തെ മിനിറ്റിൽ അവിടെ നിങ്ങൾക്ക് സേവനം കിട്ടും. ഇപ്പൊ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് കായംകുളത്തേക്ക് വിളിക്കുന്നു. അപ്പൊ കായംകുളത്തിൽ തീപിടുത്തം ഉണ്ടായിട്ട് കായംകുളത്തെ വണ്ടി പുറപ്പെട്ട് പോയി പോവാം. നമ്മൾ എന്ത് ചെയ്യും? സാധാരണ കേസിൽ ഓഫീസിൽ വിളിച്ചാൽ പറയും അവിടുത്തെ ഓഫീസർ വന്നിട്ട് വരാം എന്നാൽ നിങ്ങൾ സാധാരണ മറ്റു ഓഫീസിൽ പറഞ്ഞു. പക്ഷേ ഫയർഫോഴ്സ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വണ്ടി വേറെ സംഭവത്തിന് പോയേക്കുവാണെങ്കിൽ തൊട്ടടുത്ത സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും? സേവനം കിട്ടും. അതായത് ഇപ്പൊ കായംകുളത്തെ വണ്ടി ഏതെങ്കിലും അപകടം ഉണ്ടായി ഇതിലേക്ക് പോയേക്കുവാ, ഉടനെ തന്നെ ആ കായംകുളത്ത് നിറ കൊടുക്കും. തൊട്ടടുത്ത സ്റ്റേഷൻ ഏതാ? നീ മാവേലിക്കരയിൽ കൊടുക്കും, അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിൽ കൊടുക്കും, ഹരിപ്പാട്. ഈ ഒരു മിനിറ്റിനുള്ളിൽ. അതായത് ലൈബ്രറിയുടെ വാർഷികം KPRA മുൻ പ്രസിഡന്റ് വിക്രമൻ നായർ ഉദ്ഘാടനം ചെയ്തു. നിരവധി കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. KPRA പ്രസിഡന്റ് R. ബിജു, സെക്രട്ടറി അപ്പുക്കുട്ടൻ നായർ, ട്രഷററും യുവജനവേദി കൺവീനറുമായ അനീഷ് ഗോപിനാഥ്, വൈസ് പ്രസിഡന്റ് ഷൈനി സജി, വാർഡ് കൗൺസിലർ രഞ്ജിതം, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PS കൃഷ്ണകുമാർ, MP രഘുനാഥ്, KN ജയറാം, J. നസീർ എന്നിവർ നേതൃത്വം നൽകി. കായംകുളം പുതിയടം റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾക്ക് വേണ്ടി കായംകുളം പുതിയടം റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്ന അഗ്നിരക്ഷാസേനയുടെ രക്ഷാപ്രവർത്തനങ്ങളുടെ ഡെമോൺസ്ട്രേഷനും അവരുടെ മറ്റുള്ള ഒരു കായംകുളം പുതിയടം ലയൺസ് ക്ലബ്ബിൽ നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം പ്രസിഡന്റ് നടത്തി. അതിനുശേഷം ലൈബ്രറിയുടെ വാർഷികവും ശ്രീ വിക്രമൻ നായർ വിളക്ക് കത്തിച്ച് കായംകുളം പുതിയടം റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് ഇന്നിവിടെ KPRA സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ എങ്ങനെ മുന്നോട്ട് വരണമെന്നും അഗ്നിരക്ഷാസേനയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പെട്ടെന്നൊരു തീ അപകടമുണ്ടായാൽ എന്ത് ചെയ്യണം, തടസ്സം കൂടാതെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ബോധവൽക്കരണമാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ KPRAയുടെ ലൈബ്രറിയുടെ 1ാം വാർഷികവും കൂടിയാണ് ഇന്നിവിടെ ലയൺസ് ക്ലബ്ബിൽ നടത്തുന്നത്.